നല്ലപോലെ അടിച്ചിട്ട് ഇവർ ബൂട്ടിട്ട് നല്ലപോലെ ചവിട്ടി. ആ നല്ലപോലെ ചവിട്ടി. പിന്നെ ഞാൻ ഇരിക്കുമായിരുന്നു. ഇരിക്കുന്ന സമയത്ത് എൻ്റെ രണ്ട് ചെവിയിലും പിടിച്ച് പൊക്കി അങ്ങ് ഇടിപ്പിച്ചു. രണ്ട് ചെവിയിലും പിടിച്ച് പൊക്കി എണീപ്പിച്ചിട്ട് എൻ്റെ മുടി പിടിച്ച് കറക്കിയിട്ട് ഇവർ തല താത്തി അങ്ങ് വെച്ചു. എന്നിട്ട് ഇവിടെ ലൊക്കേഷൻ അവിടെ ഉണ്ടായിരുന്നല്ലോ, എൻ്റെ ഫോണും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുന്നില്ല, നമ്പർ കാര്യങ്ങളെല്ലാം നോക്കി. എന്നിട്ടും പിന്നെയും അത് കുറച്ചു നേരം അത് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെയും ഇവർ വന്നിട്ട് എൻ്റെ മുടി പിടിച്ച് താത്തിച്ചിട്ട് പിന്നെയും കാലിൽ ചവിട്ടുകയും ചെയ്തത്. അപ്പോൾ പോലീസ് അന്നേരം എന്താണ് പറയുന്നത്? എന്താണ് പറയുന്നത് പറഞ്ഞാൽ CCTVയിൽ എൻ്റെ വിഷ്വൽസ് ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എൻ്റെ ഉണ്ടായിരുന്നു, പിന്നെ ലൊക്കേഷൻ കാണിക്കുന്നുണ്ട്, പിന്നെ അവർ ഞാനാന്ന് ഐഡൻറ്റിഫൈ ചെയ്തു, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഈ പെൺകുട്ടിയെ പരിചയമുണ്ടോ? ഇല്ല, പെൺകുട്ടിയായിട്ട് യാതൊരു വിധ പരിചയമില്ല. കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് പത്തനംതിട്ട കൂടലിലെ ഒരു പീഡന കേസായിരുന്നു. ആ കേസിൽ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വഴിത്തിരിവ് ഉണ്ടായിരുന്നു. അതായത് പരാതി ഉന്നയിച്ച ഒരു വ്യാജ പരാതിയാണെന്നുള്ളൊരു കാര്യം പിന്നീട് അത് തെളിയുമ്പോൾ വൈദ്യപരിശോധനയിൽ തെളിയുകയും പെൺകുട്ടി പറഞ്ഞത് കള്ളമാണെന്നുള്ളൊരു പോലീസിന് മുമ്പിൽ തെളിയുകയും ചെയ്തു. എന്നാൽ പിന്നീട് സംഭവിച്ചത് അതായത് അന്ന് പിടിക്കപ്പെട്ട ഒരു യുവാവ് ഇപ്പം നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹം ഒരു ഹൃദ്രോഗി കൂടിയാണ്. എന്നാൽ അയാൾക്ക് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഏൽക്കേണ്ടി വന്നത് വലിയ പീഡനം തന്നെയാണ് ഏൽക്കേണ്ടി വന്നത്. അതിനെപ്പറ്റി നമുക്ക് അവരോട് തന്നെ സംസാരിച്ച് നോക്കാം. ഇതാണ് വിദ്യാർത്ഥി. മോനെ, എന്താണ് അന്ന് സംഭവിച്ചെന്താണെന്ന്? സംഭവിച്ചെന്ന് പറഞ്ഞാൽ അന്ന് 3-ാം തീയതി രാത്രി ഒരു 8:15 ആയപ്പോൾ ഇവർ നേരെ വരുമായിരുന്നു. വീട്ടിലോട്ട് വന്നിട്ട് ഇവരെന്നെ വന്ന് പിടിച്ചുകൊണ്ട് പോകുമായിരുന്നു. കാരണം എൻ്റെ ഫോട്ടോ ഇത് നീയല്ലെന്ന് ചോദിച്ചിട്ട് എന്നെ കൊണ്ടുപോകായിരുന്നു. കൊണ്ടുപോയി കഴിഞ്ഞിട്ട് മേളിൽ റോഡിൽ ഒരു കാറുണ്ടായിരുന്നു. ആ കാറിലാണ് കയറ്റിക്കൊണ്ട് പോയത്. അപ്പോൾ അതിലെൻ്റെ ചേട്ടനെ ഇരിപ്പുണ്ടായിരുന്നു ആ കാറിൽ. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയത്തില്ല കാര്യം എന്തുവാണ്. അങ്ങനെ എൻ്റെ ചേട്ടനെ കൊണ്ട് ആ പകുതി വരെ ആയപ്പോഴത്തേനും ചേട്ടൻ്റെ വണ്ടി ഇരിക്കുന്നിടത്തായപ്പോൾ ഇറക്കി വിട്ടു. അത് കഴിഞ്ഞിട്ട് നേരെ എന്നെ അവരെ ക്വാർട്ടേഴ്സിൽ കൊണ്ടുപോയിരുന്നു. ക്വാർട്ടേഴ്സിൽ കൊണ്ടുപോയിട്ട് ഇവർ നല്ലപോലെ എന്നെ ഉപദ്രവിച്ചു. എന്തൊക്കെയാണ് ചെയ്തത്? അതായത് എൻ്റെ കാലിൽ ചൂരലുവടി ഒപ്പിച്ച് നല്ലപോലെ അടിച്ചു. കാലിൻ്റെ വെള്ളയ്ക്ക് നല്ലപോലെ അടിച്ചിട്ട് ഇവർ ബൂട്ടിട്ട് നല്ലപോലെ ചവിട്ടി. നല്ലപോലെ ചവിട്ടി. പിന്നെ ഞാൻ ഇരിക്കുമായിരുന്നു. ഇരിക്കുന്ന സമയത്ത് എൻ്റെ രണ്ട് ചെവിയിലും പിടിച്ച് പൊക്കി അങ്ങ് ഇടിപ്പിച്ചു. രണ്ട് ചെവിയിലും പിടിച്ച് പൊക്കി എണീപ്പിച്ചിട്ട് എൻ്റെ മുടി പിടിച്ച് കറക്കിയിട്ട് ഇവർ തല താത്തി അങ്ങ് വെച്ചു. എന്നിട്ട് ഇവിടെ ലൊക്കേഷൻ അവിടെ ഉണ്ടായിരുന്നല്ലോ, എൻ്റെ ഫോണും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുന്നില്ല, നമ്പർ കാര്യങ്ങളെല്ലാം നോക്കി. എന്നിട്ടും പിന്നെയും അത് കുറച്ചു നേരം അത് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെയും ഇവർ വന്നിട്ട് എൻ്റെ മുടി പിടിച്ച് താത്തിച്ചിട്ട് പിന്നെയും കാലിൽ ചവിട്ടുകയും ചെയ്തത്. അപ്പോൾ പോലീസ് അന്നേരം എന്താണ് പറയുന്നത്? എന്താണ് പറയുന്നത് പറഞ്ഞാൽ CCTVയിൽ എൻ്റെ വിഷ്വൽസ് ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എൻ്റെ ഉണ്ടായിരുന്നു, പിന്നെ ലൊക്കേഷൻ കാണിക്കുന്നുണ്ട്, പിന്നെ അവർ ഞാനാന്ന് ഐഡൻറ്റിഫൈ ചെയ്തു, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഈ പെൺകുട്ടിയെ പരിചയമുണ്ടോ? ഇല്ല, പെൺകുട്ടിയായിട്ട് യാതൊരു വിധ പരിചയമില്ല. അതായത് കൂട്ടത്തിൽ പിടിക്കപ്പെട്ട ആൺകുട്ടികളെ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പരിചയം എന്ന് പറയുമ്പോൾ ഇടയ്ക്ക് ഞാൻ അവിടെ കളിക്കാൻ പോകുന്ന സമയത്ത് ഇടയ്ക്ക് ഞാൻ അങ്ങനെയുള്ള പരിചയം മാത്രമേ ഉള്ളൂ. അല്ലാതെ കൂട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. അവരായിട്ട് സംസാരിച്ചിട്ട് പോലും ഇല്ല, സംസാരിച്ചിട്ടൊന്നുമില്ല അങ്ങനെ.